നമസ്കാരം. വകതിരിവ് വട്ടപൂജ്യമാണ്. യോഗി കാണിച്ച തോന്നിവാസങ്ങളൊന്നും ജനം മറന്നിട്ടില്ല എന്ന് മറക്കരുത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പരിഹസിക്കാൻ യോഗി ആദിത്യനാഥിന് എന്താണ് യോഗ്യത? ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് എന്നിവരെ പപ്പു, ടപ്പു, അക്കു എന്നിങ്ങനെ വിളിച്ച് കുരങ്ങന്മാർ എന്ന് ഉപമിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരാമർശം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംവാദങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. വർഗീയത തുപ്പിക്കൊണ്ടും ജനങ്ങളെ തമ്മിലടുപ്പിച്ചും വോട്ട് മോഷണം നടത്തിയും അധികാരത്തിലെത്തിയ BJP സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് യോഗി ആദിത്യനാഥിന്റെ വാക്കുകളിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് BJPയുടെ നിലവാര തകർച്ചയാണ് എന്നത് ശക്തമായി പറയേണ്ട വിഷയം തന്നെയാണ്. ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ പരസ്യമായി വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ആരാണ് അദ്ദേഹത്തിന് ഈ അധികാരം നൽകിയത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾ നയങ്ങളെയും ഭരണത്തെയും കുറിച്ചായിരിക്കണം, അല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് വഴുതി വിടരുത്. എതിരാളികളെ പരിഹസിക്കാനും അപമാനിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ ജനാധിപത്യപരമായ മര്യാദകളെ ലംഘിക്കുന്നതാണ്. ജനാധിപത്യത്തെ രാജവാഴ്ചയായി കാണുന്ന BJPക്ക് ഇതൊന്നും കേട്ടറിവ് പോലുമുള്ള വിഷയങ്ങളല്ല എന്നും അറിയാം. ആശയപരമായ വ്യത്യാസങ്ങളെ വികാരപരമായ വൈരാഗ്യമാക്കി മാറ്റുന്ന ഈ രീതി ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന് ഹാനികരം തന്നെയാണ്. കുരങ്ങന്മാരെന്ന് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്ന ഇതേ യോഗി ഉത്തർപ്രദേശിൽ എന്താണ് ചെയ്തത് എന്ന് തീർത്തും ജനാധിപത്യ രാജ്യത്ത് ഏതൊരു പൗരനും ചോദിക്കാൻ അവകാശമുള്ള ചോദ്യമാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത്. ഇത്ര നാളും രാഷ്ട്രീയത്തിൽ കൊടികുത്തി വാണ യോഗി ആദിത്യനാഥ് ശരിക്കും എത്രയോ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു ഭരണാധികാരി തന്നെയാണ്. 2007 ഗോരഖ്പൂർ കലാപത്തിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും ഗൗരവകരമായ ആരോപണങ്ങളിൽ ഒന്നാണ് ഇത്. മുഹറം ഘോഷയാത്രക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ MP ആയിരുന്ന യോഗി ആദിത്യനാഥ് നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് കലാപം രൂക്ഷമാക്കിയതെന്നും അത് കൂടുതൽ മരണങ്ങളിലേക്ക് നയിച്ചുവെന്നും ആരോപണം ഉയർന്നു വന്നിരുന്നു. ഹിന്ദു യുവവാഹിനി എന്ന തന്റെ യുവജന സംഘടനയിലൂടെ അദ്ദേഹം വർഗീയ ധ്രുവീകരണം നടത്തിയെന്നും അവർ ഒരു ഹിന്ദു യുവതിയെ കൈവശപ്പെടുത്തിയാൽ നാം 100 മുസ്ലിം യുവതികളെ കൈവശപ്പെടുത്തും എന്നതുപോലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്നും പല റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. കലാപം സംബന്ധിച്ച കേസിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചത് വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയ വിഷയമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ഹർജി നൽകിയ മാധ്യമ പ്രവർത്തകന് അലഹബാദ് ഹൈക്കോടതി പിഴ ചുമത്തിയ സംഭവവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയ ബുൾഡോസർ നീതി വലിയ വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതരുടെ സ്വത്തുക്കൾ വിചാരണ കൂടാതെ തകർക്കുന്ന ഈ രീതി നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നും ഇത് മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പ്രതിപക്ഷം ശക്തമായി വാദിക്കുന്നുണ്ട്. അതാണ് സത്യവും. കൂടാതെ ലവ് ജിഹാദ് നിയമം, പോലീസ് എൻകൗണ്ടറുകൾ വർദ്ധിപ്പിച്ചത്, പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചത് തുടങ്ങിയ നടപടികളൊക്കെ തന്നെ ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളായിട്ടാണ് നോക്കിക്കാണാനാകുന്നത്. യോഗി അവിടെ ഇരുന്ന് ഇതൊക്കെ പറയട്ടെ, പക്ഷെ ഇതിനൊന്നും മറ്റുള്ളവർ ശ്രദ്ധ കൊടുക്കാറില്ല. ഇത്തരം വിമർശനങ്ങൾക്കിടയിലും ഇന്ത്യ മുന്നണിയിലെ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമൂഹിക നീതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ്. യോഗിയുടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ മറികടന്ന് അടിസ്ഥാന ജനകീയ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങൾ രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ ഒരു മാറ്റത്തിന് വഴി തെളിയിക്കുമെന്ന പ്രതീക്ഷയാണ് അവരുടെ പിന്തുണയ്ക്കുന്നവർക്കുള്ളത്. അതായത് വ്യക്തിപരമായ ആക്ഷേപങ്ങളോ പരിഹാസമോ അല്ല, മറിച്ച് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നോക്കിക്കാണാനുള്ള ആർജവം ഈ നേതാക്കൾക്കുണ്ട്. BJP വളർത്തിയെടുത്ത ഇത്തരം വർഗീയവാദികൾക്ക് അത് ഉണ്ടായെന്ന് വരില്ല.